ഞാൻ ഡോക്ടർ ആർ ബിന്ദു, ഗൈനക്കോളജിസ്റ്റ്, ശാസ്തമംഗലം രാമകൃഷ്ണ മിഷൻ ആശുപത്രി. ഗർഭകാല ഛർദി ഗർഭസ്ഥ ശിശു അബോർഷനാകാനുള്ള സാധ്യത തുലവും കുറയ്ക്കുന്നതായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗർഭകാല ഛർദിയുടെ മറ്റൊരു നേട്ടത്തെപ്പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് അറിഞ്ഞാൽ ആ നിമിഷം തന്നെ അവളുടെ ഭർത്താവ് ഓടുകയായി. എങ്ങോട്ടാണെന്നറിയാമോ? അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക്. എന്തിനാണ്? മദേഴ്സ് ഹോർലിക്സ് വാങ്ങാൻ. അതായത് ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്ന് അറിഞ്ഞാൽ അപ്പോൾ മുതൽ അവളുടെ ഭർത്താവും അമ്മയും അമ്മായിയമ്മയും മറ്റുള്ള ബന്ധുമിത്രാദികളും മത്സരിച്ച് അവളെ തീറ്റിപ്പോറ്റാൻ തുടങ്ങും. അതുമൂലം അവൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നു. അവളുടെ തൂക്കം അമിതമായി കൂടുന്നു. ഗർഭിണിയുടെ തൂക്കം ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് ഗർഭത്തിൻ്റെ അവസാന മാസമാകുമ്പോഴേക്കും അമിതമായ തൂക്കമുള്ള ഒരു കുഞ്ഞിനെ അവൾക്ക് പ്രസവിക്കേണ്ടി വരുന്നു. അമിതമായി തൂക്കമുള്ള ഒരു കുഞ്ഞ് സാധാരണ പ്രസവം തടസ്സപ്പെടുത്തുകയും സിസേറിയൻ ചെയ്യാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഗർഭത്തിൻ്റെ തുടക്കത്തിൽ ഛർദിൽ ഉണ്ടാകുകയാണെങ്കിൽ ഗർഭത്തിൻ്റെ പ്രാരംഭദശയിൽ ഗർഭിണിയുടെ തൂക്കം 3-4 കിലോ കുറയാൻ ഇടയാകുന്നു. പിന്നെയുള്ള മാസങ്ങളിൽ അവൾ എത്ര തന്നെ ഭക്ഷണം കഴിച്ചാലും അവളുടെ തൂക്കം ക്രമാതീതമായി വർദ്ധിക്കുന്നില്ല. അതുമൂലം ഗർഭത്തിൻ്റെ അവസാന മാസമാകുമ്പോഴേക്കും സാധാരണ തൂക്കമുള്ള ഒരു കുഞ്ഞിനെ അവൾക്ക് സാധാരണ പ്രസവത്തിലൂടെ പ്രസവിക്കാൻ സാധിക്കുന്നു. അതായത് ഗർഭകാല ഛർദി സാധാരണ തൂക്കമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള അമ്മയുടെ സാധ്യത കൂട്ടുകയും സിസേറിയൻ ആകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് ഗർഭകാല ഛർദിയുടെ രണ്ടാമത്തെ നേട്ടം. ഇനിയും ഗർഭകാല ഛർദിക്ക് മറ്റു പല നേട്ടങ്ങൾ കൂടിയുണ്ട്. അവയെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.